ഉഷാറല്ലേ? ഫസ്റ്റ് ഇയർ ആണല്ലേ? പല്ലൊക്കെ എടുക്കാൻ തുടങ്ങിയോ? ഇല്ലല്ലേ? എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട് മലബാർ ഡെന്റൽ കോളേജ്? എന്ത് തോന്നുന്നു? മലബാർ ഡെന്റൽ കോളേജ് നല്ല ഒരു കോളേജാണ്. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് വന്നപ്പോഴത്തേക്കും വീട്ടിലൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു, ഇത്ര ഡിസ്റ്റൻസ് അല്ലേ, ഈ ഹോം സിക്നെസ്. പക്ഷേ ഹോസ്റ്റലൊക്കെ ആയിട്ട് സെറ്റായി പെട്ടെന്ന് തന്നെ. പിന്നെ കോളേജ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും നമുക്ക് സ്റ്റഡീസിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. എന്ത് ഡൗട്ട് വെച്ചാലും നമുക്ക് അപ്പം തന്നെ പറഞ്ഞു തരും. അപ്രോച്ചബിൾ ആണ് അവരൊക്കെ. ഫെസിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? ഫെസിലിറ്റീസ് ഒക്കെ നല്ലതാണ്. നമുക്കിപ്പോൾ ഹോസ്റ്റലുണ്ട് ഇവിടെ. ഫെസിലിറ്റി ഹോസ്റ്റൽ നല്ലതാണ്. നമ്മുടെ ഇൻമേറ്റ്സ് ആയിട്ടാണെങ്കിലും ഇൻമേറ്റ്സിൻ്റെ ഇതനുസരിച്ചിരിക്കും നമുക്ക്. എൻ്റെ പേര് ഗ്രേസ്. ഗ്രേസ്. ഇയാളുടെ പേര്? ജിഷ്ണ. എവിടെ സ്ഥലം? കണ്ണൂരാണ്. കണ്ണൂർ. എങ്ങനെയുണ്ട് നമ്മുടെ മലപ്പുറം എടപ്പാൾ മാണൂർ കോളേജ്? ഇവള് പറഞ്ഞ പോലെ എനിക്ക് അത്ര ദൂരമില്ല. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഇവിടെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇവിടെ കൺഫേം ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും ട്രൈ ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ മലപ്പുറം അത്യാവശ്യം നല്ല ജില്ലയാണ്, നല്ല ആൾക്കാരാണ് മൊത്തത്തിൽ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ഇവിടുത്തെ സ്റ്റാഫ്സ് ആയാലും നല്ല പെരുമാറ്റമായിരുന്നു. അപ്പം തന്നെ ഇവിടെ കൺഫേം ചെയ്തു. വീണ്ടും വേറെ അലോട്ട്മെന്റ് നോക്കിയില്ല. പിന്നെ ഇവിടെ വന്നിട്ടിപ്പോൾ നല്ലതാണ്. ഇന്റേണലൊക്കെ കഴിഞ്ഞു. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. എൻ്റെ പേര് ഷാന പർവീൻ. എൻ്റെ വീട് പാലപ്പെട്ടി. ഞാൻ ഡേ സ്കോളറാണ്. കോളേജ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ മലബാറായിരുന്നു. ഞാൻ വേറൊരു കോളേജും കൊടുത്തിട്ടില്ല. പിന്നെ വേറെ സംശയമില്ലല്ലോ. ഇയാള്? ഐഷ. ഐഷന്റെ കോഴിക്കോട്. എങ്ങനെയുണ്ട് മലപ്പുറം മാണൂര്? കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമാണ്. കോളേജ് എങ്ങനെയുണ്ട്? കോളേജും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇയാളെ പേര്? ആര്യനന്ദ. എവിടെ വീട്? ഇടുക്കി. ഇടുക്കി. എങ്ങനെയുണ്ട് ഇടുക്കിക്കാർക്ക്? എന്താ അഭിപ്രായം? ഇടുക്കിന്ന് പെട്ടെന്ന് ഇത്രയും ദൂരെ വന്നപ്പം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ when I saw the college for the first time, besides everything, എനിക്ക് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഞാൻ മെയിനായിട്ട് പിന്നെ ഇത് ചൂസ് ചെയ്യാനുള്ള കാര്യം ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ചിത്ര മാമിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ററാക്ഷൻ വാസ് വെരി ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ട് തോന്നി. സോ ഹാപ്പിയാണ്. അതാണ് വേണ്ടത്. ഇപ്പോൾ കേട്ടില്ലേ, ഇവിടുത്തെ കുറച്ച് സ്റ്റുഡൻസ് എക്സാം നടക്കാൻ തോന്നൂല്ലേ, അതിനിടയിലാണ് ഇവരോട് സംസാരിച്ചത്. അപ്പോൾ എനിക്കും തന്നെ വലിയ പ്രൗഡുണ്ട്. എൻ്റെ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, ഞങ്ങളുടെ ജില്ലയിൽ കേരളത്തിലെ ഒരു ബെസ്റ്റ് ഡെൻ്റൽ കോളേജ് പരിചയപ്പെടുത്താനും, ഇവരിപ്പോൾ ഒരുപാട് സ്റ്റുഡൻസാണ് ഇവിടെ പഠിക്കുന്നത് കേട്ടോ. ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. സാറിൻ്റെ നാടാണ് ഈ ഒരു ഗ്രാമം മാണൂർ എന്നുള്ള, ഇടപ്പാളിലുള്ള ഈ മാണൂർ എന്നുള്ളൊരു ചെറിയൊരു ഗ്രാമത്തെ ഇത്രയും വലിയൊരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റിയത് ഡോക്ടർ CP അലി ബാബ ഹാജി എന്ന മനുഷ്യൻ്റെ വിഷനാണ്. മലബാർ അക്കാഡമിക് സിറ്റി എന്നൊരു ഇത് ശരിക്കും ഒരു കാട് പ്രദേശമായിരുന്നു. ഇത് ഇത്രയും നല്ല ഒരു ഏരിയ ആക്കി മാറ്റി കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു.